ഇപ്പോൾ ഒരു 100 dirhams വെച്ചിട്ട് ഒരു 100 പേര് നമ്മുടെ ജിമെയിൽസിൽ അക്കൗണ്ടിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ 100 പേരുടെയും ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ്, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആഡ് ഓൺ ചെയ്യുമ്പോൾ 10,000 dirhams ആയി. ആ എമൗണ്ട് നമ്മൾ സ്പോൺസർഷിപ്പായിട്ട് തരും. വീണ്ടും ധീരജിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ധീരജിൻ്റെ അടുത്ത് നമുക്ക് ഈ ഗോൾഡിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാം. ധീരജ്, ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി വെച്ചിട്ട് ആൾക്കാർ ഗോൾഡിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ ഈ പറയും പോലെ ഒരു സ്പോൺസർഷിപ്പ് പോലെ എങ്ങനെയാണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്? സ്പോൺസർഷിപ്പ് ബേസിൽ ഇപ്പോൾ നമ്മൾ ധാരാളം സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറക്കലായാൽ പോലും ഇപ്പോൾ ഈ വർഷം തൊട്ട് നമ്മുടെ മൈ ഗോൾഡ് വാലറ്റും ഒരു മേജർ ടൈറ്റിലായിട്ട് നമ്മൾ സ്പോൺസർഷിപ്പ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ, സ്പോൺസർഷിപ്പ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അതിൽ മെയിൻലി നമ്മൾ ടേബിളിൽ വെക്കുന്നത് ജിമെയിൽസ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ജിമെയിൽസ് എന്ന് പറഞ്ഞ ഒരു 1 year ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ്. അപ്പോൾ അതിൽ നമുക്ക് അവരുടെ സൈഡിൽ എന്താ അഡ്വാൻറ്റേജ്, മീൻസ് ഒരു ഇവൻറ്റ്സ് നടത്തുന്ന ഒരു ടീമിന് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഇവൻറ്റ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യാണ്, ഒരു 10,000 dirhams സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഓക്കെ നമുക്ക് തരാം. നമുക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അവർക്കും ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ മിനിമം എമൗണ്ട് വെച്ചിട്ട് ഞാൻ പറയാം, ഒരു 100 dirhams വെച്ചിട്ട് ഒരു 100 പേര് നമ്മുടെ ജിമെയിൽസിൽ അക്കൗണ്ടിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ 100 പേരുടെയും ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ്, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആഡ് ഓൺ ചെയ്യുമ്പോൾ 10,000 dirhams ആയി. ആ എമൗണ്ട് നമ്മൾ സ്പോൺസർഷിപ്പായിട്ട് തരും. എന്നിട്ട് അവർ 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിന്ന് ഫസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇൻഡിവിജ്വലി നമ്മൾ ബോണസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ അവർക്ക് വരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ എമൗണ്ട്, അവർ ചോദിച്ചിട്ടുള്ള എമൗണ്ടും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് ക്യാഷ് ഫ്ലോയും നടക്കും. അവർക്കും ലോസ് ഇല്ല, നമുക്കും ലോസ് ഇല്ല. പിന്നെ ഇതിൽ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് അവരോട് പറയില്ല. അതായത് അവരിപ്പോൾ 10,000 പറഞ്ഞാൽ നമ്മളെപ്പോഴും അവർക്ക് നമ്മൾ വെക്കുന്ന ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബൌട്ട് 10,000. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 4-5 ഇവൻറ്റ്സ് കഴിഞ്ഞതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുമ്പോൾ അവർ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ റേസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, എത്ര മെമ്പേഴ്സാണോ പെർട്ടിക്കുലർ QR കോഡിൽ വരുന്നത് നമുക്ക് അത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കും. ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് അത്രയും നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അവരുടെ സൈഡിൽ നിന്ന് ഒരു മെമ്പറെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർ സെലക്ട് ചെയ്യുന്ന ഒരു മെമ്പറിന്റെ മൊബൈലിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു റെഫറൽ കോഡ് ഉണ്ടാവും. ആ റെഫറൽ കോഡ് ഒന്നെങ്കിൽ ത്രൂ ലിങ്കോ അല്ലെങ്കിൽ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്തിട്ടോ നമ്മൾ അവരോട് പറയും, എല്ലാ മെമ്പേഴ്സിനും സ്പ്രെഡ് ചെയ്യാൻ പറയും. എന്നിട്ട് ഈ വരുന്ന അവരുടെ മെമ്പേഴ്സ് എല്ലാവരും ഈ QR കോഡോ അല്ലെങ്കിൽ ഈ ലിങ്ക് ത്രൂവോ ആക്സസ് ചെയ്തിട്ട് ജിമെയിൽസ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലാണ് അതിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കും അതേപോലെ തന്നെ വരുന്ന ഇവന്റിന്റെ ടീമിനും ആരൊക്കെ ഈ പറയുന്ന പെർട്ടിക്കുലർ വ്യക്തിയുടെ അണ്ടറിൽ കയറി എന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്കും അറിയാൻ പറ്റും, അതേപോലെ തന്നെ അവർക്കും അറിയാൻ പറ്റും. അതായത് അവരെത്ര ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നോ ആ ഫുൾ ക്യാഷ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് സ്പോൺസർഷിപ്പ് എമൗണ്ട് ആയിട്ട്. അപ്പോൾ അതിൽ എത്ര പേര് വന്നു, ഇപ്പോൾ 50 പേര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കി 5 എവിടെയെന്ന് അവർക്ക് ചോദിക്കാം. അവരുടെ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലും നല്ല ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സ്പോൺസർഷിപ്പ് ഇപ്പോൾ വെക്കുന്ന കറന്റ്ലി വെക്കുന്ന ഒരിത്. അത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കാം, കാരണം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണം ഇപ്പോഴത്തെ ഇതില് എപ്പോഴും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ഡൗണിലോട്ട് പോകുന്നത് കുറഞ്ഞാൽ പോലും ചെറിയ ഒരു നിസ്സാര ശതമാനം കുറഞ്ഞു, അതേപോലെ തന്നെ ഡബിൾ ട്രിപ്പിൾ ആയിട്ട് പോവാണ്. കാരണം ഒരു 20 വർഷം മുമ്പുള്ള ഗോൾഡിന്റെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് ഇതുമായിട്ട് എപ്പോഴും അത് കൂടി തന്നെയാണ്. ഒരു രീതിയിൽ അത് കുറഞ്ഞിട്ടില്ല. അപ്പം ശരിക്കും സേഫ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് ഗോൾഡിൽ ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ 2 പേർക്കും നന്നായി പ്രയോജനം ചെയ്യും. രണ്ടുപേർക്കും അതായത് സാധാരണ ഇപ്പോൾ ഒരു ഇവന്റ്സ് സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണ്. ഇവന്റ്സിൻ്റെ ഒന്ന് നമുക്ക് അത്രയും ഡാറ്റാസ് കളക്ട് ചെയ്യണം, അത്രയും ഓൺ ബോർഡിങ് നമുക്ക് കയറ്റണം, അത്രയും ബിസിനസ് നമുക്ക് ആ പെർട്ടിക്കുലർ ഇവന്റ് നമുക്ക് ഉണ്ടാക്കണം, ഒരു അങ്ങനത്തെ ഒരു ചുമതല നമുക്കുണ്ട്. ഇത് ആ പ്രശ്നം വരുന്നില്ല. അതായത് അവരുടെ ബിസിനസ്സും നല്ല രീതിയിൽ നമ്മുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ അവരുടെ ഇവന്റ് ഭംഗിയാക്കി നടത്തും, നമ്മളും പ്രയത്നിക്കും. അതേപോലെ തന്നെ
നമ്മുടെ ജിമെയിൽസിന് അവർക്കും മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ഇയറിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്ലാനും നമ്മൾ കൊടുക്കുകയാണ്, ഓഫർ ചെയ്യണം അവർക്ക്. താങ്ക്സ്, ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഏതായാലും താങ്ക് യു.